അങ്ങനെ ഊമപ്പെണ്ണൂരിയാട് ആ പയ്യൻ്റെ പൂജ കഴിഞ്ഞു, തിരിതെളിച്ചു. അന്നൊക്കെ പൂജ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് പൂജയുടെ അന്ന് ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ അത് പാടുന്നത് ഇപ്പോൾ യേശുദാസ് സാറാണെങ്കിൽ യേശുദാസ് സാർ ചിലപ്പോൾ അന്ന് ഉണ്ടായിക്കൊള്ളുന്നില്ല, ട്രാക്ക് പാടുന്ന ഒരാളുണ്ടായിരിക്കും. അങ്ങനെ ഈ സ്റ്റുഡിയോൻ്റെ അകത്തേക്ക് ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ അപാര മ്യൂസിക് ലവേഴ്സാണ്. അങ്ങനെ ഈ ചേതന സ്റ്റുഡിയോൻ്റെ അകത്തേക്ക് ഞാനും ജയസൂരും കൂടെ ഭയങ്കര ഒരു വിസ്മയ ലോകത്തേക്ക് കടന്നു പോകുന്ന പോലെ കടന്നിരുന്നു. വിനയൻ സാറ് ഞങ്ങൾ സിനിമയിൽ കണ്ട്, സിനിമയുടെ അപ്രപാളികളിൽ കണ്ട് വിസ്മയിച്ചിട്ടിരിക്കുന്ന വലിയ മുഖങ്ങൾ, വലിയ സംവിധായകർ, വലിയ അതിഥികളൊക്കെ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പെർഫെക്റ്റ് സൈലൻസിൽ ഒരു പാട്ട് തുടങ്ങുകയാണ്. മനോഹരമായൊരു ബീറ്റ് വരുന്നു. ആ ബീറ്റിനൊപ്പം ട്രാക്ക് പാടുന്ന ആൾ യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്ത് ഞാൻ വിളിക്കും, നിന്നെ എന്ത് ഞാൻ വിളിക്കും എന്ന് പറയുന്ന പാട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നു. ഞാൻ ജയസൂര്യയുടെ കയ്യിൽ പിടിക്കുന്നു, ജയസൂര്യ എൻ്റെ കയ്യിൽ പിടിക്കുന്നു. അളിയാ ഹിറ്റ്, ഫസ്റ്റ് കേൾവിയിൽ തന്നെ ഹിറ്റാണ് ഈ പാട്ട്. ആ പാട്ടിൽ അഭിനയിക്കാൻ പോകുന്നത് എൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ ജയനാണ് അതിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു വല്ലാത്ത സന്തോഷം നമ്മളുടെ പറയില്ലേ, ഇനി അങ്ങോട്ടുള്ള ഒരു സിനിമ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു പയ്യന് ഒരു സുപ്രഭാതത്തിൽ ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നു. ആരും ഒരു വരം കൊടുക്കുന്നു, ഇനി മുതൽ നീ ആഗ്രഹിച്ച ജീവിതം ജീവിച്ചോളൂ, നീ ഒരു സിനിമാ നടനായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു നിധി പോലെ കിട്ടിയ ജീവിതത്തിൻ്റെ മനോഹരമായ സിനിമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ തുടക്കമാണ് ഞങ്ങളവിടെ കേട്ടത്. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്ത് ഞാൻ വിളിക്കും, നിന്നെ എന്ത് ഞാൻ വിളിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് ഊമപ്പെണ്ണിൻ്റെ ഷൂട്ടിംഗ് പിറ്റേ ദിവസം മുതൽ ഗുരുവായൂർ സ്റ്റാർട്ട് ചെയ്യുന്നു. മിക്ക ദിവസങ്ങളിലും ജയസൂര്യയുടെ കൂടെ ഞാനും ഉണ്ട്. കാരണം അത്ഭുതമാണ് ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാകുമെന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രജിത്ത്, സ്വാഭാവികമായിട്ടും ഇന്ദ്രജിത്തിനെ പരിചയപ്പെടുന്നു. അതിൽ ഒത്തിരി ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആവുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തൊരു ദിവസം ഇന്ദ്രജിത്ത് മായിട്ട് ജയസൂര്യ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്, വാഴക്കാലയിലുള്ള എൻ്റെ വീട്ടിൽ. അപ്പോൾ പാലിയോ എന്ന് പറയുന്നൊരു കാറാണെന്ന് എനിക്ക് തോന്നുന്നു, വെള്ള കളറിൽ. ഇന്ദ്രജിത്ത് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അതിന് നെക്സ്റ്റ് ഡേ നമ്പറൊന്നും കിട്ടിയിട്ടില്ല. ഈ വണ്ടിയായിട്ട് വന്നിട്ട്, വാളിയാ നമുക്ക് ഒന്ന് എറണാകുളം വരെ പോവാം എന്ന് പറയുന്നു. അങ്ങനെ അന്ന് ലുലു മോളൊന്നും തുടങ്ങിയിട്ടില്ല. നമുക്ക് ആകെ പോയിരിക്കാവുന്നൊരു സ്ഥലം GCDA ആണ്. GCDA കോംപ്ലക്സിൻ്റെ അവിടെ കായലിലേക്ക് നോക്കിയിരിക്കാം. അങ്ങനെ ഞാനും ജയസൂര്യ ഇന്ദ്രജിത്തും കൂടെ ഇന്ദ്രജിത്ത് വാങ്ങിച്ച കാറിൽ നേരെ GCDയിലേക്ക് പോകുന്നു. അപ്പോൾ അതൊരു ഞായറാഴ്ചയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നൊരു 4 മണിക്കാണ്. അപ്പോൾ എനിക്ക് അന്ന് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡബ്ബിങ് പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയയിലുള്ള ഒരു ജോബീസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ ഒരു 6 മണിക്കൊക്കെ. GCDA കോംപ്ലക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് മറൈൻ ഡ്രൈവിലാണ്, എറണാകുളത്ത് പഴയ മേനക തിയേറ്ററിൻ്റെ അവിടെയുള്ള മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത്, കൊച്ചി കായലിങ്ങനെ മനോഹരമായിട്ട് കാണുന്ന, ബോൾഗാട്ടിയൊക്കെ കാണുന്ന, അത്രയും ഇപ്പോഴും ഒത്തിരി പേര് എപ്പോൾ ചെന്നാൽ, ഏത് രാത്രി ചെന്നാലും അവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ടാവും. അന്ന് ഞങ്ങൾക്ക് പോകാൻ ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അന്ന് വേറെ ഒരു സ്ഥലവും ഇല്ല. എനിക്കൊന്ന് എസ്പ്ലനേഡ് എന്ന് പറയുന്ന ഒരു മോള് പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അന്ന് എസ്പ്ലനേഡ് വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ പറയുന്ന ഇന്ദ്രജിത്തിനെയൊക്കെ അടുത്ത് പരിചയപ്പെട്ടു. ഇത്രയും വലിയൊരു നടൻ്റെ മകനാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സന്തോഷം സൈഡിൽ കൂടെ ഉണ്ട്. ജയനാണെങ്കിൽ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു തത്തയൊക്കെ പിടിച്ച് കൈ നോക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഇങ്ങനെ മുണ്ടൊക്കെ ഉടുത്തിട്ട് വരുന്ന, ബ്ലൗസൊക്കെ ഇട്ട് തത്ത, ടിപ്പിക്കൽ പ്രായം ചെന്ന ഒരു 67-68 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരമ്മ. ഈ അമ്മ ഇങ്ങനെ അടുത്തേക്ക് വരുന്നു, പലരോടും പലരും വേണമെന്നൊക്കെ പറയുന്നു. ഞങ്ങളുടെ അടുത്ത് എത്തുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഇനി സമയം കളയാനൊന്നും വേറെ ഇല്ലാത്തതുകൊണ്ട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒന്ന് കൈ നോക്കി കളയാം എന്ന് പറയുന്നു. ജയസൂര്യയുടെ കൈ കാണിക്കുന്നു. ജയസൂര്യയുടെ ഫേസിലേക്ക് നോക്കിയിട്ട് പറയുന്നു, കലാകാരനാണ്, കലാരംഗത്ത് വലിയ ആളാവും. അന്ന് ജയസൂര്യ എപ്പോഴും ഈ മൂകാംബിക കുങ്കുമം തൊടാറുണ്ട്. അപ്പോൾ അവനെ കണ്ടാലൊരു കലാകാരൻ ലുക്കുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു 3 വർഷത്തോളം എറണാകുളത്ത് ACVയിൽ ഓവർ എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ മനസ്സിലാക്കി ഇതായിരിക്കാം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അങ്ങനെ സിനിമയെക്കുറിച്ചും, സിനിമയിലേക്ക് വരും, കലാരംഗം തന്നെയാണ് മേഖല എന്നൊക്കെ പറയുന്നു. ഒത്തിരി സന്തോഷമാവുന്നു. ഇത് കഴിഞ്ഞ് ഇന്ദ്രജിത്തിൻ്റെ കൈ നോക്കുന്നു. എനിക്കറിയില്ല ഇന്ദ്രൻ ഇപ്പോൾ ഇത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ. കൈ നോക്കുന്നു. ഇന്ദ്രത്തിൻ്റെ കൈ നോക്കിയിട്ട് പറയുന്നു, നിങ്ങളും കലാകാരനാണ്, ഗായകനാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. എവിടെയോ കഴിഞ്ഞ് ഈ സ്ത്രീ ഇങ്ങനെ കയ്യിലേക്ക് നോക്കിയിട്ട് ഇന്ദ്രൻ്റെ ഫേസിലേക്ക് നോക്കുന്നു, വീണ്ടും കയ്യിലേക്ക് നോക്കുന്നു, വീണ്ടും കയ്യിലേക്ക് നോക്കുന്നു, മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു, കുഞ്ഞിൻ്റെ അച്ഛൻ രാജ്യം ഭരിക്കേണ്ട ആളാണ്,
ഒത്തിരി പ്രജകൾ ഉണ്ടാവേണ്ട ആളാണ്. ഇതാണ് ഉപയോഗിച്ച വാക്ക് കേട്ടോ. എൻ്റെ ഉള്ളിലൊരു ഡയലോഗ് റൈറ്റർ ഉള്ളതുകൊണ്ട് അത് ഈക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അച്ഛൻ രാജ്യം ഭരിക്കേണ്ട ഒരാളാണ്, ഒത്തിരി പ്രജകൾ ഉണ്ടാവേണ്ട ഒരാളാണ്, ആ പ്രജകളെ ഭരിക്കേണ്ട ഒരാളാണ്, അത്രയും പേര് ആരാധിക്കേണ്ട ഒരാളാണ്. വളരെ കൗതുകത്തോടു കൂടി ആ സ്ത്രീ, ഇന്നും ആ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. ആരാണ് മോൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രിയത്തിൻ്റെ കണ്ണ് നിറയുന്നു. എൻ്റെ അച്ഛൻ സിനിമാ നടനായിരുന്നു, സുകുമാരൻ. സുകുമാരൻ്റെ മോനാണോ? അതെ. അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി എന്ന് പറയും. അന്ന് മരിച്ചിട്ട് 2 വർഷമായിരുന്നു. ഞാൻ പറഞ്ഞത് 2001-ലാണ്. 2001-ലോ 2002-ലോ. ഇത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ഇന്നും എനിക്കതിൻ്റെ ഉത്തരം, ചില കാര്യങ്ങൾ നമുക്ക് ശാസ്ത്രത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമല്ലോ, എനിക്ക് ഇന്നും അത്ഭുതമാണ്. അതെങ്ങനെയാണ് എന്തുകൊണ്ട് ആ ഡയലോഗ് എന്നോട് പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ട് ആ ഡയലോഗ് ജയസൂര്യയോട് പറഞ്ഞില്ല? കൃത്യമായി ഇന്ദ്രിയത്തിൻ്റെ കൈ പിടിച്ചിട്ട് ഇന്ദ്രിയത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, എനിക്കറിയില്ല, ഞാനതൊരു നടന്നൊരു സംഭവം അതേപോലെ തന്നെ പറയണമെന്നുള്ളൂ. നിങ്ങൾക്കതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിച്ചെടുക്കാം. പക്ഷേ ഈ കഥാപാത്രം ഞാനന്ന് ക്യാരി ചെയ്തു. ഈ കൈ നോക്കാൻ വന്ന ആ ലേഡിയെ ഞാൻ അങ്ങനെ തന്നെ സേതുലക്ഷ്മി ചേച്ചിയെ കൊണ്ട് അഭിനയിപ്പിച്ച് എൻ്റെ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നിർണായകമായ സമയത്ത് നായകൻ ഇനി മുന്നോട്ടെന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സമയം, മറ്റൊരു പെൺകുട്ടിയാൽ വഞ്ചിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് വേറൊരു സൗഹൃദത്തിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു അമ്പലത്തിൻ്റെ ആൾത്തറയിലിരിക്കുന്ന ആസിഫ് അലിയെയും അപർണ ബാലമുരളിയുടെ അടുത്തേക്കും ഇതേ പരിവേഷത്തിൽ തത്തയും ചീട്ടും മുണ്ടുടുത്ത് ബ്ലൗസ് ഇട്ട ഇതേ പ്രായത്തിലുള്ള സേതുലക്ഷ്മി ചേച്ചിയെ ഞാൻ അണിയിച്ചൊരുക്കിയത് ഇത്തരമൊരു ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ നമ്മളെ ഈ ജീവിതത്തിൽ കാണുന്ന ഒത്തിരി കാര്യങ്ങൾ സിനിമയിലേക്ക് കൂടെ എടുക്കാറുണ്ടെന്ന് കൂടെ ഈ സമയത്ത് പറയുകയാണ്. അപ്പോൾ അതൊരു ഇപ്പോഴും വല്ലാത്ത ഒരു മിസ്റ്ററി തോന്നുന്ന, ഞാൻ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ സായാഹ്നമായിരുന്നു ആ ഞായറാഴ്ച സമ്മാനിച്ചത്. ഇപ്പോൾ ജയസൂര്യ സിനിമ നടനാകണമെന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിന് മുൻപ് തന്നെ സ്വപ്നം കണ്ട്, ഇന്നത്തെ ജയസൂര്യയുടെ ജീവിതം എന്താണോ അതൊക്കെ അയാൾ സ്വപ്നം കണ്ടിട്ടുള്ളതാണ്. കാരണം ഏറ്റവും അടുത്ത് നിന്നിരുന്നൊരു കൂട്ടുകാരെന്നുള്ള രീതിയിൽ. പക്ഷേ അത്രയും ഒരു സിനിമാ നടനാകണം എന്നുള്ള സ്വപ്നത്തിൻ്റെ പേരിൽ ഞാൻ നടന്നിട്ടില്ല. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം, പാട്ടുകൾ എഴുതണം, ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജയസൂര്യ സിനിമ നടനായേ പറ്റൂ. അതിനുവേണ്ടി എവിടെ എറണാകുളത്തിൽ ഷൂട്ടിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞാലും ജയസൂര്യയുടെ അച്ഛൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥാപാത്രമാണ്. ജയസൂര്യയുടെ അച്ഛൻ എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും മോനോട് പറയും. അപ്പോൾ അന്നൊക്കെ മറ്റു പല വീടുകളിലും ഏതെങ്കിലും മക്കൾ സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ നീ പോയി പഠിക്കടാ എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛൻ എല്ലാ സിനിമാ പ്രസിദ്ധീകരണങ്ങളും ഇദ്ദേഹത്തിന് വാങ്ങിച്ചു കൊണ്ടുവരും. ഇവന് ട്രാവൽ ചെയ്യാൻ ഒരു കൈനറ്റിക് ഹോണ്ട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ വീട്ടിൽ കളർ TV ഉണ്ട്, VCR ഉണ്ട്, ഫോണുണ്ട്, എല്ലാ സൗകര്യങ്ങളും. ഈ സിനിമ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നാളെ ഒരു നടൻ ഒരാളെ വിളിച്ചാൽ കിട്ടാതെ ഇരിക്കരുത്, അതിനൊരു ഫോൺ വേണം, സിനിമകൾ വേൾഡ് സിനിമ കാണണം, ഇതിനൊക്കെ വേണ്ടി ജയൻ്റെ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ സ്വരുക്കൂട്ടി ഇതൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും ജയസൂര്യ ചാൻസ് അന്വേഷിച്ച് പോകും. പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു, പറയാന്നുള്ളതല്ല, നടന്ന സംഭവമാണ്. ഈ റോഡ് അളക്കുന്ന മെഷീൻ കണ്ടിട്ട് പോലും മറ്റേ കോട്ടയം നസീറിൻ്റെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞ് പോയി ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അത്രയേറെ സിനിമ പാഷനായിട്ട് നടന്നിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറയുന്ന സിനിമ എറണാകുളത്ത് ലുലു തിയേറ്ററിൽ കളിക്കുന്നു. ഇന്ന് ആ തിയേറ്റർ ഇല്ല. അപ്പോൾ പടം ഭയങ്കര ഹിറ്റ്. അപ്പോൾ ഞാനും ജയസൂര്യയും കൂടെ എന്നാൽ പിന്നെ ഈ സിനിമ കാണാൻ വേണ്ടി പോകാം. സിനിമ ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നു. ഏറ്റവും മുൻപിൽ, സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഒരുപാടുള്ളതുകൊണ്ട് ഏറ്റവും മുൻപിലാണ് നമ്മളിരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിനിമ നടക്കുന്നു. സിനിമയുടെ പല ഭാഗങ്ങളിലും ഈ ജയൻ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്, വല്ലാണ്ട് ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ ഇല്ലടാ ഒന്നുമില്ല എന്നുകൊണ്ട് ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്, വീട്ടിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലടാ അതൊന്നുമില്ല അതുകൊണ്ട് ഈ സിനിമ അങ്ങോട്ട് കഴിയിലും ഇവനിങ്ങനെ ബാക്കി ആൾക്കാരൊക്കെ എണീറ്റ് പോകുന്നു, ഇവനിങ്ങനെ ഇരിക്കുന്നു, ഇവന് എണീക്കാൻ പറ്റുന്നില്ല, ഇവൻ കണ്ണ് തുടയ്ക്കുന്നു, ഇവൻ കരയുന്നു വെച്ചാൽ പൊട്ടിക്കരയുന്നു എന്നുള്ളതല്ല, ഇരുന്നങ്ങ് വിതുമ്പുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ എടാ ഇതിലെ റോയ് ഞാനല്ലേ, ഈ റോയ്ക്ക് വർക്ക്ഷോപ്പ് പണിയെങ്കിലും അറിയാടാ, എനിക്ക് എന്തറിയാടാ, സിനിമയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂടാ, സിനിമയിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയില്ലെങ്കിൽ ഞാൻ എന്താടാ ചെയ്യുക എന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വല്ലാതെ വിഷമിച്ചിട്ട്
അപ്പം ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ അന്ന് ഞാൻ അവനെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും, ഞാൻ പറഞ്ഞില്ലേ സ്വാഭാവികമായിട്ടും പോകാൻ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതേ ഈ പറയുന്ന എറണാകുളത്ത് മറൈൻ ഡ്രൈവിലുള്ള GCDA കോംപ്ലക്സ് തന്നെയാണ്. അവിടെ പോയി കായലിലേക്ക് നോക്കി, അങ്ങോട്ടേക്ക് കായലിലേക്ക് കാലിട്ട് ഇരുന്ന് സംസാരിച്ച് കുറേ കയ്യിലിടാ, നമുക്കൊരു നല്ല കാലം വരും, നീ ഒരു സിനിമാ നടനാവും, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്തായാലും ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ അതൊക്കെ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവണം. ഞാൻ ആലോചിക്കുകയാണ്, അന്നും എൻ്റെ മനസ്സിൽ ഈ വല്ലാത്ത ഒരു പ്രതിഷ്ഠ നേടിയ ഒരു സംവിധായകനും എഴുത്തുകാരനുമാണ് ശ്രീ ലോഹിതദാസ്. ഞാൻ ആലോചിക്കാറുണ്ട് ഈ മനുഷ്യ മനസ്സിനെ തൊടുന്ന ഒരു മാജിക് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളത്. കാരണം ഏതോ ഒരു തിയേറ്ററിൻ്റെ കോണിലിരുന്ന് സിനിമ സ്വപ്നം കണ്ട ഒരു 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 യുവാവ് ഇരുന്ന് കരയാണ് അയാളുടെ കഥാപാത്രം കണ്ടിട്ട്. അതിൽ ലോയ് സാറ് തന്നെ ആ സിനിമയിൽ ഒരു പോയിന്റിൽ അവതരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ റോയ് എന്ന് പറയുന്ന ജയറാമേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തോട് പറയുന്നുണ്ട്, റോയ് തനിക്ക് ഒരു വർക്ക്ഷോപ്പ് പണി അറിയാമല്ലോ, സമയമാകുമ്പോൾ എല്ലാം നടക്കൂടോ. ഈ ചോക്കുമലയുടെ മുകളിലിരിക്കുന്ന ഒരാൾ ഒരു കഷ്ണം ചോക്കിന് വേണ്ടി യാചിക്കുന്ന പോലെയാണ് തൻ്റെ കാര്യം. തൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത്. ഒത്തിരി പേരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഒത്തിരി പേരെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ, എന്താണ് എൻ്റെ പൊട്ടൻഷ്യൽ, ഞാൻ ഗായകനാണോ, ഞാൻ വരയ്ക്കുന്ന ആളാണോ, ഞാൻ ഒരു മാർക്കറ്റിങ്ങിന് പറ്റിയ ആളാണോ, ഞാനൊരു ഒറേറ്ററാണോ, ഞാനൊരു ഡ്രൈവറാണോ, ഞാൻ എന്താണ് എന്ന് പറയുന്ന വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ മലയാളിയെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നതിനപ്പുറം വീണ്ടും ചില വീട്ടുകാര്യങ്ങളെന്നുകൂടി ഞാൻ ഈ സമയത്തൊന്ന് ഓർത്തു പോവാണ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അങ്ങനെ ഊമപ്പെണ്ണുരിയാട പയ്യൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാവുന്നു. അതിൻ്റെ ഡബ്ബിങ് തുടങ്ങുകയാണ്. അപ്പോൾ അറിയാമല്ലോ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഓരോ ദിവസവും ഞങ്ങളുണ്ട്, ഞാനും ഉണ്ട്. ഷൂട്ടിംഗ് നടക്കുന്ന മുഴുവൻ ഗുരുവായൂരായിരുന്നു, കൂടുതലും ഗുരുവായൂരായിരുന്നു. പാട്ട് സീൻ എടുത്തത് ഊട്ടിയിലാണ്. മോസ്റ്റ്ലി ഷൂട്ടിംഗ് 99% ഷൂട്ടിംഗ് ഗുരുവായൂരും ഗുരുവായൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ എഡിറ്റിങ് റിയാൻ സ്റ്റുഡിയോയിൽ നടക്കുന്നു. അപ്പോഴൊക്കെ നമ്മളുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡബ്ബിങ് തുടങ്ങുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇന്ന് ആ സ്റ്റുഡിയോ ഇല്ല. നവോദയ എന്ന് പറയുന്ന സ്റ്റുഡിയോ, ഞാൻ പറയുന്നത് 2001 കഥയാണ്. നവോദയ എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ ഡബ്ബിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ജയസൂര്യയാണല്ലോ ഹീറോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ജയസൂര്യയുടെ കൂടെയുണ്ട് ഡബ്ബിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ 1-2 ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ ആ സമയത്ത് ഡബ്ബ് ചെയ്തിട്ടുണ്ട്. 1-2 സീരിയലുകളും ചെറുതായിട്ട് ഡബ്ബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ജയസൂര്യയും കൂടെ ഇതുപോലെ ഇവിടുന്ന് ട്രെയിൻ കയറി നേരെ തിരുവനന്തപുരത്ത് നവോദയ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നു. രാവിലെ 9 മണിക്കാണ് ഞങ്ങളുടെ ഡബ്ബിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്നു. ഞങ്ങൾ കാപ്പിയൂടി എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഡബ്ബിങ്ങിന് കയറി. ജയസൂര്യ ഇതിനകത്ത് ഊമയാണല്ലോ എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോയപ്പോൾ നമ്മൾ വോൾ ഡേ എടുക്കുമായിരിക്കും ഡബ്ബിങ്ങിന്, ഫുൾ ഡേ, അങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം. അല്ലെങ്കിൽ ഒരു നായകനെ ഡബ്ബ് ചെയ്യുമ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ എടുത്തേക്കാം. അങ്ങനെ 9-9:30 തുടങ്ങിയ ഡബ്ബിങ് 11 മണിയായപ്പോൾ തീർന്നു. ജയസൂര്യയുടെ ഡബ്ബിങ് തീർന്നു. കാരണം ഊമയാണ്. പല രംഗങ്ങളിലും ഈ നമ്മൾ അങ്ങനത്തെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാൽ മാത്രം മതി. ക്ലൈമാക്സിൽ മാത്രമാണ് ഒരു അലർച്ചയൊക്കെ ഉള്ളത്. ഇതെല്ലാം ഒരു 11:30 കഴിഞ്ഞു. ഇവരാണെങ്കിൽ ദ ഫുൾ ഡേ ഈ നായകന് വേണ്ടി സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വേറെ ആരെയും വിളിച്ചിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അശോക് പന്തളം, ബാബു ചേട്ടൻ, 2 ബാബു ഉണ്ട്. ഇവരൊക്കെയാണ് അസോസിയേറ്റ് ഡയറക്ടർമാർ. അവർ ചോദിക്കുന്നു, നിങ്ങൾ ആർക്കെങ്കിലും ഡബ്ബ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ സാധ്യത ആലോചിക്കുന്നത്. ജയസൂര്യക്ക് സ്വരമില്ലല്ലോ ആ സിനിമയിൽ. സോ സംസാരിക്കുന്ന മറ്റാർക്കെങ്കിലും ഈ എക്സ്ട്രാ ക്യാരക്ടേഴ്സിനെ ഡബ്ബ് ചെയ്താലും ഞങ്ങളുടെ 2 പേരുടെ ശബ്ദം ആരും അന്ന് തിരിച്ചറിയില്ല. ചെയ്യാമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ജയസൂര്യ കയറി ആദ്യം ഒരാൾക്ക് ഡബ്ബ് ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, താൻ കൊള്ളാലും നന്നായിട്ട് ഡബ്ബ് ചെയ്യുന്നുണ്ടല്ലോ, അത് ശരി ജയൻ. അപ്പോഴാണ് ജയൻ പറയുന്നത്, ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അന്ന് ഒരാൾക്ക് കൂടെ ചെയ്യുന്നു പറയുന്നു. അങ്ങനെ ജയസൂര്യ ഒരാൾക്ക് ചെയ്തു, 2 ആൾക്ക് ചെയ്തു, 3 ആൾക്ക് ചെയ്തു. 11 പേർക്കോ 12 പേർക്കോ ജയസൂര്യ ആ സിനിമയിൽ ഡബ്ബ് ചെയ്തു. അപ്പോൾ പിന്നെയും ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അവനും ചെയ്യും. ആണോ, എന്നാൽ വാ താനും കൂടെ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇന്ന് ഈ ഫെഫ്കയും അസോസിയേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നെങ്ങാനും അങ്ങനെ ചെയ്താൽ നമ്മളെ അന്ന് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കും. കാരണം 21 പേരുടെ ജോലിയാണ് നമ്മളന്ന് കളഞ്ഞിരിക്കുന്നത്. ടോട്ടൽ 21 പേർക്ക് ഞാനും ജയസൂര്യയും കൂടെ ഡബ്ബ് ചെയ്തു. ഇന്നും ഊമപ്പെണ്ണുരിയാട പയ്യൻ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ജയസൂര്യയുടെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും
സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അല്ലു അർജുൻ്റെ ശബ്ദം ഞാനായതുകൊണ്ട് എൻ്റെ ശബ്ദവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ 21 പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. ഡബ്ബിങ് അപ്പോൾ സന്തോഷമായി. ഞങ്ങളുടെ ശബ്ദവും ഈ പറഞ്ഞ സിനിമയിലൂടെ കേൾക്കാമല്ലോ. ഈ ഊമയുടെ എഫക്ട്സ് മാത്രമല്ലാതെ എൻ്റെ ശബ്ദവും കൂടെ കേൾക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ നിർമ്മാതാവ് PKR പിള്ള സാർ കയറി വരുന്നത്. ഡബ്ബിങ് കഴിഞ്ഞ് 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും PKR പിള്ള സാർ കയറി വന്നു. PKR പിള്ള സാറിൻ്റേതായ രീതിയിലുള്ള പഴയ കഥകൾ, ചിത്രം സിനിമ, വന്ദനം സിനിമ, ഈ സിനിമകൾ നിർമ്മിച്ചതിൻ്റെ പിന്നിലുള്ള കഥകൾ, അതിൻ്റെ ലാഭം, അതിൻ്റെ 100-ാം ദിവസം 365 ദിവസം ആഘോഷം ഞങ്ങൾ എന്താ ചെയ്തത്, അങ്ങനെ ഒത്തിരി കഥകൾ ഞാനിങ്ങനെ വിസ്മയത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളെങ്ങനെ തിരിച്ചു പോകും എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ട്രെയിനിൽ തിരിച്ചു പോകും. പറ്റില്ല, ഞാൻ നാളെയാണ് എറണാകുളത്തിന് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എൻ്റെ യാത്ര മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ശരി സാർ. അപ്പോൾ PKR പിള്ള സാറിനെ അറിയാവുന്നവർക്ക് അറിയാം, വെൽ ഡ്രസ്ഡായിട്ട് കയ്യിലൊക്കെ വലിയ ചെയിനൊക്കെ ഇട്ട് ഒരു 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 ഒറ്റ ലുക്കിലൊരു സിനിമ പ്രൊഡ്യൂസറുടെ എല്ലാവിധ പരിവേഷങ്ങളോടും കൂടി നടക്കുന്ന ആളാണ് PKR പിള്ള സാർ. അങ്ങനെ വണ്ടിയിലേക്ക് ഞങ്ങൾ കയറുന്നു. അപ്പം ഞാൻ ഞെട്ടിപ്പോവാണ്. PKR പിള്ള സാറിൻ്റെ വണ്ടി ആക്സെൻറ്റ്, ഹ്യുണ്ടായി ആക്സെൻറ്റ് എന്ന് പറയുന്ന കാറാണ്. ആ കാറിൻ്റെ നിറം എന്ന് പറയുന്നത് ഗോൾഡനാണ്. ഇടി വെട്ടുമ്പോഴൊന്നും ആ വണ്ടിയായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഗോൾഡൻ കളറിലുള്ള വണ്ടിയാണ്. അപ്പോൾ ജയസൂര്യ പറഞ്ഞടാ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, സാറാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, എനിക്ക് പുള്ളി എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഫ്രണ്ട് സീറ്റിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്, നീ സാറിന് കമ്പനി കൊടുക്കണേ എന്ന് പറഞ്ഞ് നൈസായി അവൻ ഫ്രണ്ട് സീറ്റിൽ കയറിയ പാടെ ഉറങ്ങുന്നു. അങ്ങനെ PKR പിള്ള സാറും ഞാനും കൂടെ ഞങ്ങൾ ഡ്രൈവറുണ്ട് വണ്ടി ഓടിക്കാൻ പോകുന്നു. PKR പിള്ള സാർ ഓരോരോ കഥകൾ പറയുന്നു. ഒരു 8 മണി ഒക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം ഒരു വലിയ ഹോട്ടൽ, കൊല്ലത്തെത്തിയ ഒരു വലിയ ഹോട്ടലിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് വയറ് നിറയെ ഭക്ഷണം വാങ്ങിച്ചു തന്നു. അപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്തൊക്കെ ഇപ്പോഴും ഭയങ്കര തമാശയാണ് എനിക്ക്. ഇങ്ങനെ വെയിറ്റർ വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എല്ലാം ഓർഡർ ചെയ്തിട്ട് പറഞ്ഞു എനിക്കാണെന്ന് പ്രത്യേകം പറയണം കിച്ചണിൽ എന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റർ ചോദിച്ചു അല്ല അപ്പോൾ സാറ് അതൊക്കെ അവർക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജയസൂര്യയും സാറിന് മുമ്പിൽ വെച്ച് ചിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം പ്രൊഡ്യൂസറാണ്. പിന്നീട് ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെയിറ്റർക്ക് അറിയില്ല അദ്ദേഹം ആരാണെന്ന്, പിന്നെ എങ്ങനെ കിച്ചണിൽ പോയി പറഞ്ഞു കൊടുക്കും? അപ്പോൾ അതൊക്കെ അവർക്കറിയാം. ശുദ്ധനായ ഒരു നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു PKR പിള്ള സാറും. അദ്ദേഹം ഒന്നില്ല, അദ്ദേഹത്തെക്കുറിച്ചിട്ടൊരു ഓർമ്മ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഊമപ്പെണ്ണൂരിയാട പയ്യൻ തിയേറ്ററിൽ വരുന്നു, 100 ദിവസം കളിക്കുന്നു. അതാകുന്നു ഞാൻ ഡബ്ബിങ്ങിലേക്ക് വന്ന അല്ലെങ്കിൽ ഡബ്ബ് ചെയ്ത ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്. അത് 100 ദിവസം വിജയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളെന്ന രീതിയിൽ ഒരുപാട് സന്തോഷം. കേരളം മുഴുവൻ നിറഞ്ഞ് കളിച്ച സിനിമയാണ് ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ. ഡബ്ബിങ് അങ്ങനെ ഊമപ്പെണ്ണൂരിയാടാ പയ്യൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ തുടങ്ങി. ഒത്തിരി സീരിയലുകൾ ആ സമയത്ത് ചെയ്യുന്നു. എറണാകുളത്ത് 9-ഓ 10-ഓ സീരിയലുകൾ നടക്കുന്നുണ്ട്. അതിനകത്തൊരു 8 സീരിയലെങ്കിലും ഒന്നുകിൽ ഹീറോ അല്ലെങ്കിൽ വില്ലൻ, ഇതിനകത്ത് രണ്ടിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെയാണ് ഞാൻ ശബ്ദം കൊടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന സീരിയൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സീരിയൽ വലിയ ഹിറ്റായിരുന്നു. അത് ഏതാണ്ട് 1000 എപ്പിസോഡ് പോയ സീരിയലാണ്. ഈ 1000 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ശരിയാണ്, 1000-ന് ഒരു വലുപ്പമുണ്ട്. 1000 എപ്പിസോഡ് എന്ന് പറയുന്നത് 6 വർഷമാണ്. അപ്പോൾ ഈ 6 വർഷം ഈ കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു ജലദോഷം വരാൻ പാടില്ല. കായംകുളം കൊച്ചുണ്ണിക്ക് ശബ്ദം കൊടുക്കുന്ന ആൾക്ക് ജലദോഷം വരരുത്, പനി വരരുത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഡബ് ചെയ്യണം. അതാണ് സീരിയൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. എത്ര ഒരു വിദേശ യാത്രയ്ക്ക് പോകാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്, വലിയ കമ്മിറ്റ്മെൻറ്റാണ്. ഇപ്പോൾ പുറകോട്ട് ആലോചിക്കുമ്പോൾ നമുക്കതൊക്കെ വലിയ എങ്ങനെ സാധിച്ചു എന്നൊക്കെ തോന്നും. അത്രയും ചെയ്യാനുള്ള ഒരു കഥാപാത്രമായിരുന്നു കായംകുളം കൊച്ചുണ്ണി. പിന്നെ മിന്നുകെട്ട്, അന്നത്തെ കുറേ മാനസപുത്രി എന്നൊക്കെ പറഞ്ഞ് വലിയ ഹിറ്റ് സീരിയലുകൾ, വലിയ ബാനേഴ്സിൻ്റെ സീരിയലുകളായിരുന്നു. അതിലൊക്കെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് എല്ലാം ഹീറോ ക്യാരക്ടേഴ്സായിരുന്നു. പഴശ്ശിരാജയിൽ പഴശ്ശിരാജ, തച്ചോളിയോദയൻ. അപ്പോൾ അങ്ങനെ നല്ലൊരു തുടക്കമായിരുന്നു എല്ലാം. അങ്ങനെ ഇരിക്കുകയാണ് യാദൃശ്ചികമായി എന്നെ ട്രിവാൻഡ്രത്തുനിന്ന് ഖാദർ ഹസൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നു തെലുങ്കിൽ നിന്ന് ഒരു പയ്യനെ ഞാൻ മലയാളത്തിലേക്ക് അവൻ്റെ സിനിമകൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആര്യ എന്ന് പറയുന്നൊരു സിനിമ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡബ് ചെയ്യണം. ആ പയ്യന് 21 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ജിസ് ഡബ് ചെയ്യണം. ഈ കായംകുളം കൊച്ചുണ്ണിയിൽ ശബ്ദം കൊടുക്കുന്ന ആ വോയിസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം സാർ, എത്ര ദിവസം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കൊരു 1 ദിവസം 1.5 ദിവസം കിട്ടിയാൽ മതി.
അപ്പോൾ ശനിയും ഞായറും പൊതുവേ സീരിയൽസിൻ്റെ ഡബ്ബിംഗ് ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ശനിയും ഞായറും നോക്കി. പൊതുവേ കൊച്ചിയിൽ നിന്ന് മാറാനൊക്കെ അന്ന് ബുദ്ധിമുട്ടാണ് എനിക്ക്, മാറാൻ പറ്റില്ല വിചാരിച്ചാലും, 8 സീരിയലിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട്. എല്ലാവരും പറഞ്ഞൊക്കെ ഒന്ന് ഒതുക്കി ഞാൻ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് പോകുന്നു. ട്രിവാൻഡ്രത്ത് ശ്രീ മൂവീസ് എന്ന് പറയുന്ന ഡബ്ബിംഗ് തിയേറ്ററിലാണ് ഡബ്ബിംഗ് നടക്കുന്നത്. അവിടെ ചെല്ലുന്നു. ഈ അല്ലു അർജുൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാറുണ്ട്. കൊച്ചു പയ്യൻ, 21 വയസ്സിൽ താഴെയുള്ള ഒരു പയ്യൻ. ഞാനിങ്ങനെ വോയിസ് കൊടുത്തു തുടങ്ങുന്നു. 1 ടേക്ക്, 2 ടേക്ക്, 3 ടേക്ക്, 4 ടേക്ക്, 15 ടേക്ക്, 17 ടേക്കൊക്കെയാണ് മിനിമം ഒരു ഡയലോഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിയാലോ, ഞങ്ങളന്ന് സീരിയൽസ് ചെയ്തിങ്ങനെ, ഞാൻ എപ്പോഴും പറയും, മാർക്കറ്റിനുള്ളിൽ സൈക്കിൾ ചവിട്ട് പഠിച്ച ഒരാളുടെ അവസ്ഥയാണ്. മാർക്കറ്റിനുള്ളിൽ, തിരക്ക് നിറഞ്ഞ മാർക്കറ്റിലാണ് നമ്മൾ പഠിച്ചത് തന്നെ. അപ്പോൾ നമുക്ക് കൈവിട്ട് ചവിട്ടാം, കണ്ണുടച്ച് ചവിട്ടാം, ഒറ്റക്കാലിൽ ചവിട്ടാം, എന്ത് വേണേൽ ചെയ്യാം. ആ അവസ്ഥയിൽ നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ടേക്കിന് 17, 18, 19 ടേക്ക് പോയിക്കണം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഹരിഹരൻ സാറിൻ്റെ കൂടെയും ആ സമയത്ത് ഫാസിൽ സാറിൻ്റെ കൂടെയും സിബി മലയിൽ സാറിൻ്റെ കൂടെയും ജയരാജ് സാറിൻ്റെ കൂടെയും കമൽ സാറിൻ്റെ കൂടെയും ലോഹിത സാറിൻ്റെ കൂടെയൊക്കെ സിനിമകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊന്നും ഈ 17, 18 ടേക്ക് എടുപ്പിക്കുന്നില്ല. അതും സ്ട്രെയിറ്റ് പടത്തിൽ, ഡയറക്റ്റ് മലയാളം പടത്തിൽ. അവിടെയാണ് ഒരു തെലുങ്ക് പടം വന്നിട്ട് നമ്മൾ ഈ ഇത്തരം ടേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഡീമോട്ടിവേറ്റഡ് ആവുമല്ലോ. അങ്ങനെ 1 മണിക്കൂറിൽ 2 മണിക്കൂർ ആയപ്പോഴത്തേക്കും ഒരു സീനോ മറ്റോ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വോയിസ് കേട്ടാൽ, ഓ നിങ്ങളല്ലേ മറ്റേ തെലുങ്കനെ ഡബ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥ ആവുകയും, പിന്നീട് ആ തെലുങ്കൻ മാറി അല്ലു എന്നാവുകയും, ഇപ്പം മല്ലു അർജുനൊക്കെ ആയി മാറും. അങ്ങനെ ഒരു ദിവസം എന്നെ കാതുരാസം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലുവിനെ മീറ്റ് ചെയ്യണം. നമ്മൾ മീറ്റ് ചെയ്യാലോ. വരുന്ന ശനിയാഴ്ച എറണാകുളത്ത് ഹോളിഡേ ഇൻ ഹോട്ടലിൽ അല്ലു അർജുൻ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് പ്രൊമോഷനുമായിട്ട് വരികയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും വന്ന് അദ്ദേഹത്തെ ഒരു ഹായ് പറയണം. ഒരുപാട് സന്തോഷം, എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, ചെയ്യാമല്ലോ, പിന്നെന്താ.